അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 1 വ്യാഴാഴ്ച. വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 270 മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. മേപ്പാടി സർക്കാർ ആശുപത്രിയിൽ ഇന്നലെ 34 മൃതദേഹങ്ങൾ എത്തിച്ചു. 96 മൃതദേഹങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 200ഓളം പേരെ ഉരുൾപൊട്ടലിൽ കാണാതായിട്ടുണ്ട്. 91 ശരീരഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പോത്തുകല്ലിൽ ചാലിയാറിൽ നിന്ന് 71 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തത്. കനത്ത മഴ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നുണ്ടെങ്കിലും ബെയ്ലി പാലം നിർമ്മാണം പൂർത്തിയാക്കാനൊരുങ്ങുകയാണ് സൈന്യം. രാത്രിയിലും സൈന്യം പാലം നിർമ്മാണം തുടരുകയാണ്. ഇന്ന് രാവിലെയോടെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് സൈന്യത്തിന്റെ പ്രതീക്ഷ. പാലം പണി കഴിഞ്ഞാൽ JCBകൾ അടക്കമുള്ള വാഹനങ്ങൾ രക്ഷാപ്രവർത്തനത്തിനായി മറുകരയിലേക്ക് എത്തിക്കാനാവും. അതേസമയം ജില്ലയിൽ അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വീണ്ടും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്നാണ് ജാഗ്രതാ നിർദ്ദേശം. വയനാട് ജില്ലയിൽ അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും മുൻ വർഷങ്ങളിൽ ഉരുൾപൊട്ടിയ പ്രദേശങ്ങളിലുള്ളവരും ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ. കുറുമ്പാലക്കോട്ട, ലക്കിടി മണിക്കുന്നുമല, മുട്ടിൽ കോൽപ്പാറ കോളനി, കാപ്പിക്കളം, സുഗന്ധഗിരി, പൊഴുതന പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം. അപകട ഭീഷണി നിലനിൽക്കുന്നതിനാൽ ക്യാമ്പിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുള്ളവർ എത്രയും വേഗം താമസ സ്ഥലത്തു നിന്നും ക്യാമ്പുകളിലേക്ക് മാറണമെന്നും കളക്ടർ അറിയിച്ചു. ചൂരൽമല പ്രദേശത്ത് ആംബുലൻസുകളുടെ എണ്ണം പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചതായി ജില്ലാ കളക്ടർ DR മേഘശ്രീ. ചൂരൽമലയിലും സമീപത്തും ആവശ്യത്തിൽ കൂടുതൽ ആംബുലൻസുകൾ ഉള്ളത് രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് 25 ആംബുലൻസുകൾ മാത്രമേ ദുരന്ത സ്ഥലത്ത് ആവശ്യമുള്ളൂ. ബാക്കി 25 ആംബുലൻസുകൾ പോളിടെക്നിക് കോളേജ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യണമെന്നും ബാക്കിയുള്ളവ അകലെ സൗകര്യപ്രദമായ സ്ഥലത്ത് പാർക്ക് ചെയ്യണമെന്നുമാണ് നിർദ്ദേശം. കേരളത്തിന് ജൂലൈ 23 പ്രളയ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുവെന്ന് അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞു. ഒരാഴ്ച മുമ്പ് NDRF സംഘത്തെ അയച്ചിരുന്നുവെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. ഇത് രാഷ്ട്രീയ വാഗ്വാദത്തിനുള്ള സമയമല്ലെന്നും കേന്ദ്രത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായതിൽ സന്തോഷമെന്ന് KC വേണുഗോപാൽ. വയനാട്ടിലെ ദുരന്തത്തിൽ എത്ര പേരെ കാണാതായെന്ന് നിശ്ചയമില്ല. അമിത്ഷായുടെ പ്രസ്താവനയോട് സംസ്ഥാന സർക്കാർ പ്രതികരിക്കണമെന്നും വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ആഗ്രഹമില്ലെന്നും കേന്ദ്രവും സംസ്ഥാനവും ആശയക്കുഴപ്പം പരിഹരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നൽകിയ മുന്നറിയിപ്പ് കേരളം അവഗണിച്ചുവെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുന്നറിയിപ്പ് നൽകുന്നതിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിനെ ഉണ്ടായ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി പ്രശ്നമുണ്ടാകുമ്പോൾ ആരുടെയെങ്കിലും പിടലിയിൽ വെച്ചുകെട്ടരുതെന്നും ആവശ്യപ്പെട്ടു. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിനെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര സർക്കാർ സമീപിക്കുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. രാജ്യമൊന്നാകെ ഈ ദുരന്തത്തെ നേരിടാൻ ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടത്തിൽ ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിലെ ഉന്നതരായ പലരുമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. രാജ്യസഭയിൽ അമിത്ഷാ നടത്തിയ പ്രസ്താവനയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധാരണജനകമെന്ന് വിമർശിച്ച് കേന്ദ്ര സർക്കാർ വാർത്താക്കുറിപ്പിറക്കി. കേരളത്തിന് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്നുവെന്നും റെഡ് അലർട്ട് നൽകിയെന്ന് അമിത്ഷാ പറഞ്ഞിട്ടില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പുതിയ വിശദീകരണത്തിൽ പറയുന്നു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആദിവാസി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നുണ്ടെന്നും 1592 പേരെ 2 ദിവസത്തിനകം രക്ഷപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മണ്ണിനടിയിലെ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ ശ്രമം നടത്തുമെന്നും ഇതിനായി റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദിരപാലന്റെ സഹായം തേടിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
വയനാട്ടിലെ ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ അട്ടമലയിൽ വൈദ്യുതി എത്തി. തകർന്നുപോയ പോസ്റ്റുകൾ മാറ്റിയും ചെരിഞ്ഞുപോയവ നിവർത്തിയും 11 kV വൈദ്യുത ശൃംഖല പുനർനിർമ്മിച്ചുമാണ് അട്ടമലയിലെ 3 ട്രാൻസ്ഫോർമറുകളിലേക്ക് വൈദ്യുതി എത്തിച്ചത്. 400ഓളം വീടുകളിലേക്ക് വൈദ്യുതി എത്തിക്കാനായതായി KSEB അറിയിച്ചു. വയനാട് ജില്ലയിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ജീവനാശത്തിലും മറ്റ് കഷ്ടനഷ്ടങ്ങളിലും KSEB അഗാധമായി വ്യസനം രേഖപ്പെടുത്തുന്നതായി ചെയർമാൻ K. വരദരാജനും മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സനിൽ SKയും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ദുരന്തത്തിന്റെ പാർശ്വഫലങ്ങളിൽ നിന്നും വയനാടിനെ കരകയറ്റുന്നതിനാവശ്യമായ സർക്കാരിന്റെ പരിശ്രമങ്ങളിൽ KSFEയും എളിയ നിലയിൽ പങ്കുചേരുകയാണെന്നും അതിന്റെ ഭാഗമായി KSFE മാനേജ്മെന്റും ജീവനക്കാരും ചേർന്ന് 5 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തീരുമാനിച്ചുവെന്നും പുനരധിവാസ പ്രവർത്തനങ്ങളിൽ KSFEയുടെ പങ്കാളിത്തം സർക്കാർ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഉറപ്പുവരുത്തുന്നതാണെന്നും അവർ കൂട്ടിച്ചേർത്തു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ മറികടക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് കരുത്തേകി വ്യവസായ പ്രമുഖരും. ലുലു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ MA യൂസഫലി, പ്രമുഖ വ്യവസായി രവി പിള്ള, കല്യാൺ ജ്വല്ലേഴ്സ് ഉടമ കല്യാണരാമൻ എന്നിവർ 5 കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പും 5 കോടി രൂപ സഹായധനം വാഗ്ദാനം നൽകിയിട്ടുണ്ട്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട 25 കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്ന് DYFI വ്യക്തമാക്കി. സർക്കാർ വിഭാവനം ചെയ്യുന്ന പദ്ധതിയുമായി സഹകരിച്ചായിരിക്കും പ്രവർത്തിക്കുകയെന്നും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും DYFI സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് മഞ്ഞച്ചീളിൽ വീണ്ടും ഉരുൾപൊട്ടി. ആളപായമില്ല. കോഴിക്കോട് കളക്ടർ ഉൾപ്പെട്ട സ്ഥലം സന്ദർശിക്കുന്നതിനിടെയാണ് വീണ്ടും ഉരുൾപൊട്ടിയത്. കളക്ടറും സംഘവും അരമണിക്കൂറോളം സ്ഥലത്ത് കുടുങ്ങി. ഇവരെ റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി. 9 തവണ ഉരുൾപൊട്ടിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. 13 വീടുകൾ പൂർണ്ണമായും തകർന്നു. വെള്ളം കയറി നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് അടുത്ത 2 ദിവസം ശക്തമായി തുടരാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്തെ 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴ സാധ്യത മുന്നറിയിപ്പുള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ഓറഞ്ച് അലർട്ടാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 10 ജില്ലകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, തൃശൂർ, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചത്. ഇതെന്താ വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്തെ? ബെൻസ് വരും. അതെ, മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ്. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. സംസ്ഥാനത്ത് ലഭിക്കേണ്ട മഴയേക്കാൾ 16% അധികമായി ജൂലൈ മാസം ലഭിച്ചെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. 653.5 മില്ലിമീറ്റർ മഴയാണ് ജൂലൈയിൽ കേരളത്തിൽ ലഭിക്കേണ്ടത്. എന്നാൽ ജൂലൈ 1 മുതൽ 31 വരെ 760.5 മില്ലിമീറ്റർ മഴ ലഭിച്ചു. 2009 ശേഷം ആദ്യമായാണ് ജൂലൈയിൽ ഇത്രയധികം മഴ ലഭിക്കുന്നത്. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് റിപ്പോർട്ട്. കണ്ണൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. ശക്തമായ മഴ കാരണം പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എലിപ്പനി കേസുകൾ കൂടാൻ സാധ്യതയുള്ളതിനാൽ വെള്ളത്തിലിറങ്ങുന്ന സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. വയനാട് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം ശക്തിപ്പെടുത്താൻ തസ്തിക മാറ്റത്തിലൂടെ 2 തസ്തികകൾ അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം അനുമതി നൽകിയതായി മന്ത്രി വീണ ജോർജ്. ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയും ഒരു സീനിയർ റെസിഡന്റ് തസ്തികയുമാണ് തസ്തിക മാറ്റം വരുത്തി അനുവദിച്ചത്. പട്ടാപകൽ യുവതിയെ വീട്ടിൽ കയറി വെടിവെച്ച വനിതാ ഡോക്ടർ ആക്രമണത്തിനായി നടത്തിയത് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പെന്ന് വിവരം. എയർ പിസ്റ്റൾ ഉപയോഗിക്കുന്നതും വെടിവെക്കുന്നതും ഇതിന്റെ ആഘാതത്തെക്കുറിച്ചുമെല്ലാം ഇന്റർനെറ്റിലൂടെ മാസങ്ങളോളം പഠിച്ച ശേഷമാണ് പ്രതിയായ ഡോക്ടർ ദീപ്തി മോൾ ജോസ് ആക്രമണം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. പൂങ്കുന്നം ഗുരുവായൂർ റൂട്ടിൽ റെയിൽവേ ട്രാക്കിലുണ്ടായ വെള്ളക്കെട്ടിനെ തുടർന്ന് ഗുരുവായൂരിൽ നിന്നുള്ള ട്രെയിൻ സർവീസുകൾ ഇന്ന് ഭാഗികമായി റദ്ദാക്കി.
ഗുരുവായൂരിൽ നിന്നുള്ള ട്രെയിനുകൾ തൃശൂരിൽ നിന്നാകും യാത്ര ആരംഭിക്കുക. തിരിച്ച് ഗുരുവായൂരിലേക്കുള്ള ട്രെയിനുകൾ തൃശൂർ വരെ മാത്രമേ സർവീസ് നടത്തൂ. ലേയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ ഉയർന്ന അന്തരീക്ഷ താപനില കാരണം തടസ്സപ്പെട്ടു. 4 ദിവസത്തിനിടെ 16 വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 10,682 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ലേ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വാണിജ്യ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ലേയിലേത്. പൂജ കേത്കറിന്റെ IAS സെലക്ഷൻ റദ്ദാക്കി UPSC. ഇവരുടെ പ്രൊവിഷണൽ കാൻഡിഡേറ്റ് റദ്ദാക്കിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. UPSC പരീക്ഷകൾ എഴുതുന്നതിൽ നിന്ന് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം നിയോഗിച്ച ഏകാംഗ അന്വേഷണ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് നടപടി. പാരീസ് ഒളിമ്പിക്സിന്റെ 5ാം ദിനം ബാഡ്മിന്റണിൽ വനിതാ വിഭാഗം സിംഗിൾസിൽ PV സിന്ധുവിന് പിന്നാലെ പുരുഷ വിഭാഗം സിംഗിൾസിൽ ലക്ഷ്യ സെന്നും HS പ്രണോയും പ്രീ ക്വാർട്ടറിൽ ലക്ഷ്യ സെന്നും HS പ്രണോയും തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വരും. പുരുഷ വിഭാഗം ഷൂട്ടിംഗ് 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ ഇന്ത്യയുടെ സ്വപ്നിൽ കുശാലെ ഫൈനലിൽ കടന്നു. ബോക്സിംഗിൽ വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ലവ്ലീന ബോർഗോഹെയ്ൻ ക്വാർട്ടറിൽ കടന്നു. ആർച്ചറിയിൽ വനിതാ വ്യക്തിഗത വിഭാഗത്തിൽ ഇന്ത്യൻ താരം ദീപിക കുമാരിയും പ്രീ ക്വാർട്ടറിലെത്തി. അതേസമയം ടേബിൾ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ മണിക ബത്രയും ശ്രീജ അകുലയും പ്രീ ക്വാർട്ടറിൽ തോറ്റ് പുറത്തായി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.